വലിയ ബോധ്യത്തോടെ എല്ലാ മക്കളൊന്നും വിളിച്ച ഈശോയേ, 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 ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതൽ. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. നോക്കിക്കേ, ഈ ഒരു പല്ലുകടി സാധാരണ ഒരു പല്ലുകടിയല്ല. അത് മരണവക്രത്തിൽ അകപ്പെട്ട ഒരാൾ അവസാന നിമിഷങ്ങളെ നേരിടുകയാണ്. ഒരു ജനം തനിക്ക് നേരെ ആർത്തിരമ്പി വരുന്നത് തന്നെ കൊല്ലാനാണെന്ന് നന്നായി അറിയാവുന്ന ഒരാൾക്ക് നേരെ അവരൊന്നിച്ച് ആക്രോശിച്ചു വരികയാണ്. ഇവിടെ ശാന്തനായി വളരെ സൗമ്യതയോടെ കർത്താവിൻ്റെ മഹത്വത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നമുക്ക് മുമ്പിൽ എന്നും ഒരു ഓർമ്മയും മാതൃകയായിട്ട് നിൽക്കുകയാണ്. അതാണ് ആദ്യത്തെ രക്തസാക്ഷി. അദ്ദേഹം എന്നാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഇവിടെ ശാന്തരാകാൻ പറ്റിയത്? പ്രിയപ്പെട്ടവരെ, എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. ആ സമയം പ്രിയപ്പെട്ടവരെ ഒരു വചനം നിറവേറപ്പെടുകയാണ്. ഏതാണ് വചനം? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. മരണനേരത്ത് നമ്മളെല്ലാവരും വല്ലാതെ തനിച്ചാകുമെന്ന് മരണ ശുശ്രൂഷകൾ, മൃതസംസ്കാര ശുശ്രൂഷകൾ പങ്കുചേർന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്രയും സമയം നമ്മുടെ സ്വന്തമായിരുന്ന എല്ലാവരും വിടവാങ്ങുന്നേൻ പാടിയതിന് ശേഷം വീട്ടിൽ നിന്നിറക്കി അവസാനം പള്ളി കയറുമ്പം അണയുന്നീശോ മൃതരാമകിലർക്കും എന്ന് പറഞ്ഞ് പാടി പള്ളിയിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് സെമിത്തേരിയിലെത്തി അവസാനത്തെ സമാപന ആശീർവാദം നമ്മളിനി മലാഖമാരുടെ കൂട്ടായ്മയിൽ കാണുമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിങ്ങൾ വരുവോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ഒക്കെ പറയുമ്പം നമ്മൾ തനിച്ചാവുന്നൊരു സ്ഥലമുണ്ടല്ലേ. ആ സമയത്തെക്കുറിച്ച് ഓർക്കുന്നത് വല്ലപ്പോഴൊക്കെ ഓർക്കുന്നത് നല്ലതാണെന്നാണ് വിശുദ്ധാത്മാക്കൾ പറയുന്നത്. വേണ്ടാത്ത കാര്യമൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നേക്കും എന്ന് ചിന്തിക്കേണ്ട, നല്ല കാര്യമാണെന്നാണ് വിശുദ്ധർ പറയുന്നത്. ആ ഒരു ഓർമ്മയാണ് മനുഷ്യരെ വിശുദ്ധരാക്കാൻ സഹായിക്കുന്നത്. മരണബോധം, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരാളെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരാളാക്കി മാറ്റും. ഹല്ലേലൂയ. സ്ഥിരമായിട്ട് ടൈലിട്ട വീട്ടിൽ ആ കട്ടിലേക്ക് കിടന്നുറങ്ങാമെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. നമ്മുടെ ആ വീടും നമ്മുടെ ദേശവും നമ്മുടെ പ്രിയപ്പെട്ട കാറും ഒക്കെ വിട്ടേച്ച് നമ്മളൊരു ദിവസം പ്രതീക്ഷിക്കാത്തൊരു സന്ധ്യയിൽ നമ്മൾ പോകണം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കെട്ടുനടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ഒരുങ്ങാൻ അവസരം കിട്ടിയതാണോ വചനം? പാട്ട് എന്താണ് മുമ്പോട്ട് പോകുന്നത്? ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീതാൻ അവലംബം. കർത്താവ് മാത്രമേ പിടുത്തം ഉള്ളൂ. കർത്താവിലുള്ള പിടുത്തമാണ് ഒരാളെ എല്ലാ ഘട്ടത്തിലും സഹായിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഒരു ഓർമ്മ, വിചാരം പ്രിയപ്പെട്ടവരെ വിശ്വാസി എപ്പോഴും ആത്മാവിൽ കാത്തു സൂക്ഷിക്കണം. ഈ ഓർമ്മ സജീവമാണെങ്കിൽ കർത്താവ് പിരിയുന്ന അനുഭവങ്ങളിലൂടെ അധികം പോകാൻ നമുക്ക് പറ്റത്തില്ല. കർത്താവ് വേർപെടുന്ന അനുഭവങ്ങളുടെ തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കും. കർത്താവിനെ എപ്പോഴും കൈവെള്ളയിൽ എന്നതുപോലെ, തൊട്ടരികിൽ എന്നതുപോലെ, തൊട്ടടുത്ത് കർത്താവിനെ സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും. ദാവീദ് സങ്കീർത്തനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ കൺമുമ്പിൽ ദർശിച്ചിരുന്നു, ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. ആ വചനമൊന്ന് പറയാമോ? ഞാൻ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ എൻ്റെ കർത്താവിനെ ദർശിച്ചിരുന്നു, ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആശ്രയം കിട്ടിയ ഒരാൾ
എന്തോന്ന് കേട്ടാലും പേടിക്കത്തില്ല. എന്തെല്ലാം പരിഭ്രമം വന്നാലും അയാൾക്കിങ്ങനെ പിടിക്കാനൊരു പിടുത്തമുണ്ട്. നമ്മൾ തെന്നുന്ന തറയിലൂടെ കടന്നു പോകുമ്പം തെന്നിയാൽ നമ്മുടെ ആദ്യത്തെ നോട്ടം എങ്ങോട്ടാണ്? എന്തെങ്കിലും പിടിക്കാൻ. നമ്മൾ സത്യത്തിൽ ലോകത്തിലൂടെ യാത്ര ചെയ്യുമ്പം മനസ്സിലാക്കണം, തെന്നുന്ന ഒരു പ്രതലത്തിലൂടെ മൂവ് ചെയ്യുക. കാരണം ഈ ഭൂമിയിലെ ആരെയും ചില സമയങ്ങളിൽ നമുക്ക് പിടിക്കാൻ കിട്ടത്തില്ല. മക്കളും കൊച്ചുമക്കളുടെ മക്കളും ഒക്കെ ഉള്ളപ്പോഴും അവരിങ്ങനെ വട്ടം പാറിപ്പറന്ന് വീട്ടിലൂടെ നടക്കുമ്പോഴും അമ്മച്ചി വീഴുന്നുണ്ട്, അപ്പന്മാർ വീഴുന്നുണ്ട്. അത്രയും സമയം കൊച്ചിൻ്റെ തോളത്ത് കൈ ഉണ്ടായിരുന്നു. കൊച്ചൊന്ന് അങ്ങോട്ട് പോയപ്പോൾ വീണു. ഇതിൻ്റെ അർത്ഥം എന്താ? അതൊരു ബാഹ്യമായ ജീവിതാനുഭവമാണെങ്കിൽ അർത്ഥം എന്താ? മുറുകെ പിടിക്കാൻ ആരുടെ കരം മാത്രമേ ഉള്ളൂ? ഈശോയുടെ കരം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഉറപ്പ് പ്രിയപ്പെട്ടവരെ നമുക്ക് സജീവമായിട്ട് വേണം. നമ്മൾ ഒന്നിച്ചു കൂടുന്നത് ഈ വിശ്വാസത്തിൻ്റെ സജീവതയെ ഏറ്റുപറയാനാ. ഈശോ മാത്രമേ ഉള്ളൂ.